നമസ്കാരം. ഇടത് സർക്കാരിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഇരയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUയിൽ പീഡിപ്പിക്കപ്പെട്ട യുവതി. നീതി തേടി തെരുവിൽ കിടന്നിട്ടും പരിഗണനയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട യുവതിയാണ് വേട്ടക്കാരനെതിരെ നടപടി വേണമെന്നും നീതി വേണമെന്നും ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. സംഭവം നടന്ന് 10 മാസത്തോളമായിട്ടും പ്രതിയായ CPM പ്രവർത്തകനും NGO യൂണിയൻ അംഗവുമായ MM ശശീന്ദ്രനെതിരെ സർക്കാർ നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും അതിജീവിതയ്ക്ക് അത് നൽകിയിട്ടില്ല സർക്കാർ. എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീ വിമോചനത്തെക്കുറിച്ചുമൊക്കെ ഘോരം പറയുന്ന ഇവർ സർക്കാർ ആശുപത്രിയിലെ ICUയിൽ വെച്ച് നടന്ന അനീതിക്കെതിരെ പ്രതികരിക്കാനോ ന്യൂനപക്ഷ അംഗമായ ഈ ഇരയെ സഹായിക്കാനോ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. ഇത് CPMന്റെ ഇരട്ടത്താപ്പും ന്യൂനപക്ഷങ്ങളോടുള്ള മുഖം തിരിവുമാണെന്ന് മനസ്സിലാക്കുന്നു. കേസിൽ ഇരയായ അതിജീവിത 2ാം തവണയാണ് സമരത്തിനിറങ്ങുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ അതിജീവിത നടത്തുന്ന സമരത്തെയാണ് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത്. സമരം 3 ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് അതിജീവിത പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള മറുപടിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. തികച്ചും ഇത് നീതി നിഷേധം തന്നെയാണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്കെതിരെ. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും സമരം ചെയ്യുന്നത് പോലും അവർ അറിഞ്ഞ ഭാവം നടിക്കുന്നില്ലെന്ന വലിയ ആക്ഷേപവുമുണ്ട്. ഇക്കാര്യം അതിജീവിത തന്നെ പറയുന്നു. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരസമിതി നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയിരുന്നു. എന്നിട്ടും ആവശ്യമായ ഇടപെടൽ സർക്കാരോ ആരോഗ്യമന്ത്രിയോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. അടിയന്തരമായ ഒരു ഇടപെടലും നടത്താൻ സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. പീഡനക്കേസിൽ പ്രതിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ നടപടിക്കെതിരെ യുവതി പോലീസിനെ സമീപിച്ചിരുന്നു. ആ പരാതിക്കും അനുകൂല നടപടി ഉണ്ടായില്ല. അതിലും സർക്കാരിന്റെ കടന്നുകയറ്റലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിജീവിത സമരം ശക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് നേടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നും അറിയിപ്പുകൾ വരികയാണ്. ന്യൂനപക്ഷ വോട്ട് നേടാനുള്ള സർക്കാരിന്റെ നിലവാരമില്ലാത്ത തന്ത്രമാണ് അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേസിൽ ഇടപെട്ടു എന്നുള്ള അറിവ്. പ്രതി സ്വന്തം പാർട്ടിയാണെങ്കിൽ സ്ഥിരം CPM അജണ്ട ഇങ്ങനെ തന്നെയാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരമേഖല IGക്ക് നിർദ്ദേശം നൽകിയെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അറിയിപ്പ്. അതിജീവിതയുടെ സമരത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതും അന്വേഷിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടത്രേ. വിഷയത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ പ്രതിഷേധ സമരം. താൻ പറഞ്ഞ പല കാര്യങ്ങളും മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതികളെ രക്ഷിക്കാൻ ഡോക്ടർ കൂട്ടുനിന്നുവെന്നുമായിരുന്നു അതിജീവിതയുടെ പരാതി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് 2023 ജൂലൈയിൽ അതിജീവിത വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നെങ്കിലും പോലീസ് ഈ റിപ്പോർട്ട് നൽകാൻ പോലും തയ്യാറായിരുന്നില്ല. ഒപ്പം നിന്ന നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്കായി അതിജീവിത 2 ആഴ്ച മുൻപാണ് കണ്ണുകെട്ടി സമരം നടത്തിയത്.